So today we shall discuss this topics. So this is where we are. This is where we are. 41 people are there. Sufficient strength, I think so. We'll get started. Rest people will join. 50 ഒക്കെ വരാറുള്ളൂ. 43. Right. So we have discussed these many topics. So if you remember these things, min-terms, all those things, then K-maps. Right, I will share this slide in the classroom. ഇന്നിപ്പോൾ നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. That's what I think. Let me see. Right. So we stopped here yesterday. കേട്ടോ അല്ലേ, ഇവിടെയല്ലേ നിർത്തിയത് ഇന്നലെ? This point, POS, canonical form of POS. അവിടെയല്ലേ നിർത്തിയത്? Yes, no, doubtful. ആരും ഒന്നും പറയുന്നില്ല. ഐ കാൺ സീ ദ ടെക്സ്റ്റ് കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് കാണാൻ പറ്റില്ല. യെസ് മീൻസ് യാ യെസ്. For this topic we stopped. So the next topic, which is specifically these things are not mentioned like that in the syllabus, but these are required കേട്ടോ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നതാണ്, അത് വേണ്ടി വരും നിങ്ങൾക്ക്, ഇതെല്ലാം ആവശ്യമുള്ളതാണ്. So you will say NAND and NOR implementations. So you are aware that this NAND gate and NOR gate, they are called as universal gates, because you can realize any other logic gate. There is AND, OR, NOT, then XOR, XNOR, everything with NAND as well as NOR gate. So this is why one reason why you call these gates as universal gates. കേട്ടോ. So AND, OR, invert, so logic അത് നമുക്ക് കാണും. AND, OR, invert ലോജിക്കിലുള്ളതെല്ലാം NAND realizations or NOR realizations possible, and two level logics. Usually we prefer two level logics because ഒരു ഗേറ്റിലൂടെ ഒരു സിഗ്നൽ കടന്നു പോകുമ്പോൾ അതിന് ഗേറ്റിന് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് പഠിക്കുന്നുണ്ടോ? S3 ഉണ്ടോ? SSD? യെസ്. സോ SSD പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയും, ഗേറ്റ് എല്ലാം ഇങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഗേറ്റ് ലോജിക് നമ്മളിവിടെ സിമ്പിളായിട്ട് വരച്ചു. ഡി പോലെ ഇട്ട് അതിനൊരു വട്ടവും വരച്ച് നാൻഡ് ഗേറ്റ് വരച്ചു വെച്ചു, നോട്ട് ഗേറ്റും കൂടി ഫിറ്റ് നാൻഡ് എന്ന് വരച്ചു വെച്ചു. ദിസ് നാൻഡ് ഗേറ്റ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് യുവർ ട്രാൻസിസ്റ്റേഴ്സ്, ഐദർ BJTs or that is bipolar junction transistors or MOSFETs, CMOS devices. സോ അതാണ് ലോജിക് ഫാമിലീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ 5th മോഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഈ ഡിവൈസസ് വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ഡയോഡിൻ്റെ കേസ് തന്നെ എടുക്കാം. അതിനകത്ത് ഇലക്ട്രോൺസ് ഹാവ് ടു ഫ്ലോ അക്രോസ് ദിസ് ജംഗ്ഷൻ, PN ജംഗ്ഷൻ, വെൻ യു അപ്ലൈ എ ഫോർവേഡ് ബയസ്. സോ ദർ ഇസ് സം ട്രാൻസ്പോർട്ട് ടൈം, അങ്ങനെയൊക്കെ എന്തൊക്കെ ഇല്ലേ അല്ലേ? മൊബിലിറ്റി, അങ്ങനെ എന്തോ ടേംസ് ഒക്കെ ഉണ്ടോ? ഇലക്ട്രോൺ മൊബിലിറ്റി, ഹോൾ മൊബിലിറ്റി, അങ്ങനെയൊക്കെ വല്ലതും പഠിച്ചോ? ട്രാൻസിറ്റ് ടൈം, ഇതെല്ലാം അപ്പം ഒരൊറ്റൊരു ട്രാൻസിസ്റ്ററോ ഒരൊറ്റൊരു ഡയോഡോ അല്ല ഒരു ലോജിക് ഗേറ്റിൻ്റെ ഒരു സർക്യൂട്ടിലുള്ളത്. മേ ബി കപ്പിൾ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, 5 or 6 will be there. For instance, in a NAND gate, 4, 2, 3, yes, you will have 4 of them. So that means there is some delay when this goes through this circuit. So if you have multiple levels of gates, means the total propagation delay of when you give us, for instance, a square wave at the input of a NAND gate, അതൊരു ഡിലേ ചെയ്തേ പുറത്ത് വരുള്ളൂ. അപ്പോൾ സച്ച് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ നോട്ട് ഗേറ്റ്സ് ആണെങ്കിൽ ഓവറോൾ ഡിലേ വിൽ ബി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഒരു റിയലൈസേഷനിൽ നമ്മൾ നോക്കുന്നത് 2 level റിയലൈസേഷൻസ് ആണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്. ഹൈബ്രിഡ് റിയലൈസേഷൻസ് നമ്മൾ
prefer ചെയ്യുന്നില്ല. There is a spelling mistake here. Using, right? So typing error, that is what. So you are aware of this thing, right? How to realize an AND gate as well as say using all other gates. All other gates can be realized using a NAND gate. So NAND gate, then it can be realized, you can realize all these things. So there is someone is calling, right? So we'll come back to this, right? So this is, I want you to draw this and write down in your notebooks, കേട്ടോ. അങ്ങനെ പോട്ടെ, അങ്ങനെ ചെയ്യണം. അത് കൃത്യമായിട്ട് തന്നെ ചെയ്തു പോയാലേ നല്ലുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് വരാത്ത രീതിയിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ടുഡേ വി ടേക്ക് ദ ക്ലാസ് ലൈക്ക് ദിസ്. യു നീഡ് ടു ഡ്രോ ഇറ്റ് ഔട്ട്. അത് കെ മാപ്പ് പോലെയല്ല, ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാര്യം മനസ്സിലാക്കണം എന്താ ചെയ്തേക്കുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ നാൻഡ് ചെയ്ത് വരുമ്പോൾ എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻ്റ് വന്നു. അതിൻ്റെ ഔട്ട്പുട്ടിൽ പിന്നെ ഒന്നും കൂടി കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷനായി. ഇതുപോലെ തന്നെ ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൽ എന്താണ്? ഓർ ഗേറ്റ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സം ടേംസിൽ എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്, ഓക്കെ, സം ഓഫ് പ്രോഡക്ട്സ് വെച്ച് തന്നെ ചെയ്യാം. എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് is a complement or b complement. So therefore if it is a complement and b complement whole complement, you will get a double complement or b double complement, or that is a or b. അത് തന്നെയാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻവേർട്ടർ ഇൻപുട്ട്സ് ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എ ഓർ ബി കിട്ടും. അതാണ് ഈ പറയുന്നത്. എന്നാൽ എഴുതിയെടുത്ത് തീരുമ്പോൾ എൻ്റെ അടുത്ത് പറയണം. ഫസ്റ്റ് സ്ലൈഡ് തീരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ പോരാ, തീരുമ്പോൾ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓഡിയോ ആയിട്ട് പറയണം. ഐ ആം ഡൂയിങ് സം വർക്ക് റിലേറ്റഡ് ടു യുവർ ക്ലാസ്. ഐ എം ഹിയർ. സോ കഴിഞ്ഞോ? ഹലോ, ഗായത്രി മാത്രമല്ല, ബാക്കി ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ വെറുതെ കൈയും വീശിയിരിക്കുകയാണ് കേട്ടോ. എഴുതണമെന്ന് പറഞ്ഞാൽ എഴുതണം കേട്ടോ. ദർ ഇസ് നോ എക്സെംഷൻ റിഗാർഡിങ് ദാറ്റ് കേട്ടോ. എഴുതണം മീൻസ് എഴുതണം, അതിൽ വേറെ ഒരു ഇതുമില്ല. റൈറ്റ്.
So let's go to the next step. Hope you have done this thing. So this is, yes, Depriya, Amrita, everyone saying. നിങ്ങളുടെ ക്ലാസ്സിൽ ആമ്പിള്ളേരൊന്നും ഇല്ലേടേ? അവരാരും മിണ്ടാത്ത എന്തെന്നാണ്? ഓൺലി ലേഡീസ് സ്പീക്ക് ഇൻ ദിസ് ക്ലാസ്. വെരി സ്ട്രേഞ്ച് കേട്ടോ. I just ask, they don't speak some, or you have to ask them to speak. Orgate നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. Orgate. Isn't it so boring? Yeah, I even feel so, but this is one way to do. We usually do it in the class, isn't it? Right. Then we do it in the class. എഴുതിയെടുക്കാൻ പറയില്ലേ? ഇന്ന് ഇങ്ങനെ എടുക്കട്ടെ. ഇന്ന് it's a break. Then of this, which gate is the most important gate? Any idea? All gates are equally important, but say it depends on an application. But NAND gate is really an important gate. Then XOR gate. XOR gate has various uses. I had mentioned it once even. So XOR gate has some uses in cryptography, all those things, encryption, all those purposes. It is simplest operation. Why XOR gate is like that, we will just see. XOR gate. Why XOR gate is preferred in a lot of things. That is one question which is really relevant. So you have done this, right? So the next thing is so NOR gate. You can just what do you say? You can just short this thing. Now XOR gate using NAND. XOR gate using NAND. ഇത് ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്കത് കാണാം. ഇത് കഴിഞ്ഞിട്ട് കാണാം. XOR gate is A complement B or AB complement. അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്? എയും ബി എഴുതിക്കേ. ABY 0 0 0 1 1 0 1 1. സോ XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? Both A and B both 0, output is 0. If both are different, the output is 1. Both inputs same ആണെങ്കിൽ output is 0 ആണ്. അതാണ് A complement B or AB complement. അവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്.
സോ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന്, ദിസ് ഇസ് ഹൗ യു റിയലൈസ് ദിസ് XOR ഗേറ്റ്, ബട്ട് യു ഹാവ് അനദർ റിയലൈസേഷൻ ഓൾസോ. ഇങ്ങനെയാണ് ടിപ്പിക്കലി XOR ഗേറ്റ് യൂസിങ് NAND എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നത്. ഇത് എഴുതിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റേത് കാണാം നമുക്ക് കേട്ടോ. ഇത് എഴുതിയെടുക്കുക, എക്സ്പ്രഷൻ എഴുതിയെടുക്കുക, ഈ സ്റ്റെപ്സ് ഒക്കെ എഴുതിയെടുക്കുക. ചിലർക്ക് സ്ലൈഡ് എഴുതിയെടുക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി. അത് കാരണം കൂടിയാണ് ഞാനിങ്ങനെ ഇത്തിരി സ്ലോ ആക്കിയത്. ബിക്കോസ് ഇങ്ങനെ ഓടിപ്പാൻ എടുത്തിട്ട് കാര്യമില്ല, ആളുകൾക്ക് മനസ്സിലാവുന്നതിലാണല്ലോ കാര്യം, അല്ലേ? ആളുകൾ മനസ്സിലാവണ്ടേ? മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ഓൺ ദെയർ ഓൺ, റൈറ്റ്? നമ്മളിതുവരെ പടമൊന്നും ഇങ്ങനെ വരച്ചിട്ടില്ല ക്ലാസ്സിൽ. നമ്മളിങ്ങനെ ചടുപടി എന്ന് പറഞ്ഞ് ഇത് K-മാപ്പ് സോൾവ് ചെയ്യുന്നതിലാണ്. ഈ ലോജിക് ഗേറ്റ്സും വരയ്ക്കണം. ഇനിയുള്ള കോമ്പിനേഷൻ ലോജിക് എത്തുമ്പോൾ ഇത് ആവശ്യമുണ്ട് നമുക്ക് കേട്ടോ. കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, സീക്വൻഷ്യൽ സർക്യൂട്ട് വരുമ്പോൾ ഈ പടം വരെ കുറച്ച് കൂടും. അപ്പോൾ ഈ ക്ലാസ്സിൽ കുറേ നേരമൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. സ്കൂളല്ല, കോളേജ്, റൈറ്റ്? സോ തുറക്കുമായിരിക്കും അല്ലേ? ഇതെല്ലാം പടം ഒന്ന് വരച്ചിടാനുള്ള ഒരു സാവകാശമൊന്നും എനിക്ക് കിട്ടിയില്ല. നമ്മളത് ഓരോ ഇടത്തുനിന്ന് തപ്പിയെടുത്ത് ഇട്ടേക്കണേണ്. ടെക്സ്റ്റിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് ഇട്ടേക്കുകയാണ്. ബെയർ വിത്ത് മീ, ഓക്കെ? വരച്ചു കഴിഞ്ഞു, റൈറ്റ്? സോ ഇങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത സ്ലൈഡ് ഉണ്ടാക്കുകയാണ് ആക്ച്വലി. So this is NOR implementation. Let me see. So this is right, it didn't come there. NOR implementation. NOT gate is simple, same as the other one. NOT gate is same as the other gate itself, okay? There is no much difference. You just short this input. AND gate എങ്ങനെയാണ്? AND gate dual ആണ്. dual of this. മൂന്നാമത്തെ ഫിഗറാണ് ആൻഡ്. സോ ഡുവൽ ഓഫ് ദ വാട്ട് ഈസ് OR ഗേറ്റ്. ഇവിടെ നമ്മൾ വരച്ച OR ഗേറ്റിൻ്റെ ഡുവലാണ് ആൻഡ്. ഡുവലാണ് അപ്പുറത്ത് വരുമ്പോൾ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി സെൻസിബിളാണ്. അവിടുത്തെ ഉള്ള നാൻഡെല്ലാം നോറാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻഡ് ഗേറ്റ് കിട്ടി. ഓറിൻ്റെ ഡുവൽ ആൻഡ്. അവിടെ നാൻഡ് വെച്ച് OR ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വരുമ്പോൾ ആൻഡ് ആവും, അല്ലേ? സോ അതാണ് ചെയ്യുന്നത്. വേറെ നാൻഡ് ഗേറ്റ് മാത്രം പഠിച്ചാൽ മതി. ഡ്യുവാലിറ്റി തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്ലിയറായി. അതും ഡി മോർഗൻസ് തിയറമാണ്. Then you have the OR gate, right? OR gate. ഇപ്പുറത്ത് വന്നാൽ നോക്കട്ടെ. ഇപ്പം നമ്മൾ ചെയ്ത സാധനം വന്നിട്ടില്ല, ഓക്കെ? ഇതാണ് പ്രശ്നം.
അപ്ഡേറ്റിംഗ് ഇൻ റിയൽ ടൈം കേട്ടോ. റൈറ്റ്, അത് വരച്ചു കഴിഞ്ഞല്ലോ. റൈറ്റ്, എഴുതിയെടുത്തല്ലോ. നോർ ഇംപ്ലിമെൻറ്റേഷൻ. റൈറ്റ്, ദെൻ XOR ഗേറ്റ്. ഇത്തിരി കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് XOR ഗേറ്റ്. ഇവിടത്തെ പോലെ തന്നെയാണ്. ഇഫ് യു ടേക്ക് ഇറ്റ് ഇസ് സിമിലർ ടു യുവർ XOR ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ വിത്ത് വാട്ട് ഈസ് എ NAND ഗേറ്റ്. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് കോംപ്ലിമെൻറ്റിന് പകരം ഇതെല്ലാം നേരെ ഇത് ചെയ്തു. ഡ്വലാണ് എടുത്തേക്കുന്നത്. ഡ്വലാണ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ് സം റെപ്രസെൻറ്റേഷനായിട്ടാണ് എഴുതിയേക്കുന്നത്. POS ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ആൻഡ് ആണെങ്കിൽ ഇവിടെ ഓറാക്കി, ഇവിടെ ആൻഡ് ആണെങ്കിൽ ഇവിടെ ഓറാക്കി. അത്രേ ഉള്ളൂ. ഗേറ്റൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തു. ആൻഡ് ആണെങ്കിൽ ഇവിടെ ഓറായി. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സ്റ്റെപ്സ് എഴുതിയെടുക്കണേ. ഇത് പ്രൂഫാണ്. പ്രൂഫ് എങ്ങനെയാണത് നിങ്ങൾ ഇത് എങ്ങനെയാണത് കാണാമല്ലോ അല്ലേ? താഴെ എഴുതിയേക്കുന്നത്. ഞാൻ ഒരിടത്തുനിന്ന് പടം എടുത്തതാണിത്. ഇതിലപ്പുറം വലുതാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്ത് രണ്ടായിട്ട് വയ്ക്കാറുന്നല്ലേ. ദാറ്റ് വാസ് ബെറ്റർ. റൈറ്റ്, ഐ ഫോർഗോട്ട് ടു ഡു ദാറ്റ് തിങ്. Please note it down. എഴുതി കഴിയുമ്പോൾ പറയണേ. എഴുതിയെടുത്ത് കഴിയുമ്പോൾ പറയണം. someone has to say by audio. ഇന്ന് വന്ന ആളുകളുടെ എണ്ണം ഒന്ന് എടുത്ത് നോക്കട്ടെ. 54 പേരുണ്ട്. റൈറ്റ്. സി this is maybe for the first time I'm taking a class without having actually seen anyone from the class keta. So I might have seen you in the campus, but I don't remember anyone. I don't remember because ningala S3 S1 il appurathe block il arnille, so I didn't see. So it is good if you could put your profile picture in the proper way. ഈ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് എല്ലാം ഉള്ളവരൊക്കെ ഒന്ന് പ്രൊഫൈൽ പിക്ചർ ഇടുക. ആൻഡ് അതർ ദൻ ദാറ്റ്, ഇഫ് യുവർ ഡേറ്റ കണക്ഷൻ അലൗസ്, യു ക്യാൻ പുട്ട് യുവർ ജസ്റ്റ് ലൈക്ക് ഐ ഷോ മൈ ഫേസ് ഒക്കേഷണലി ഇൻ ദ ക്ലാസ്. So teachers have to show themselves in the class. So that is what you can also put. So make yourself presentable when you attend class. അതൊരു പ്രസൻറ്റബിൾ ഇൻ ദ സെൻസ്, ചിലർ കിടന്നുകൊണ്ടൊക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ അറിഞ്ഞു, പാരൻസൊക്കെ വിളിച്ച് പറയാറുണ്ട് സ്റ്റാഫിനെയൊക്കെ, സ്റ്റാഫ് അഡ്വൈസേഴ്സിനെയൊക്കെ. സോ ഫസ്റ്റ് സെഷൻസൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സോ ദിസ് ഇറ്റ് വാസ് ഗുഡ്, ഫൈൻ. അടുത്ത സ്ലൈഡ് ഇടട്ടെ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. Right? Have you done? Yes, sir. Right. അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ നോർ ഇംപ്ലിമെൻറ്റേഷൻസ് ആയി, ഗേറ്റ്സിൻ്റെ നോർ. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഇതുണ്ട്. നാൻഡ് എങ്ങനെ റിയലൈസ് ചെയ്യും നോർ വെച്ച്? നാൻഡ് എങ്ങനെ റിയലൈസ് ചെയ്യും നോർ വെച്ച്? ആൻസർ പറഞ്ഞേ, പെട്ടെന്ന് പറ. നാൻഡ് എങ്ങനെ റിയലൈസ് ചെയ്യും നോർ വെച്ച്? പെട്ടെന്ന് പറ. നാൻഡ് എങ്ങനെ റിയലൈസ് ചെയ്യും നോർ വെച്ച്? വാട്ട് ഇസ് നാൻഡ് ഗേറ്റ്? ഹലോ, ആർ പീപ്പിൾ ദെയർ?
എടീ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാൻഡ് ആയില്ലേ? ഈ ഇതിപ്പോൾ ദിസ് ഇസ് ആൻഡ് എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് ഈ ഒരു ഗേറ്റ് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നാൻഡായി ആൻഡ് കോംപ്ലിമെൻ്റ് ആയി. ഇതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും കോംപ്ലിമെൻ്റ് ആയി. ദാറ്റ് ഇസ് നാൻഡ് യൂസിങ് നോർ. ഓക്കെ, 4 ഗേറ്റ് വരുമെന്നൊക്കെ ഉള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ഹൗ യു റിയലൈസ്. പടം വരയ്ക്കുമ്പോൾ ഇതെല്ലാം കടലാസിലെ പരിപാടികളാണ്. So you can realize a NAND using NOR like that. Similarly, NOR using NAND also same way. OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കോംപ്ലിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നാൻഡിൻ്റെ രണ്ടും ഷോർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് NOR ഗേറ്റായി നാൻഡ് വെച്ച്. ക്ലിയർ? ഓക്കെ, പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയരുത്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സോ all tab someone send a message. Yes. So 0 means, what is this 0? Gayatri, what is this 0 there? Okay. XORൻ്റെ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ വരാം. എക്സ്ക്ലൂസീവ് ഓറിൻ്റെ ഔട്ട്പുട്ട് 0 ഔട്ട്പുട്ട് 0. നമ്മൾ ആ XORലേക്ക് വരുന്നു. ഈ ആൻഡ് ഓർ ഇൻവേർട്ട് ലോജിക്ക് കഴിഞ്ഞിട്ട് XOR ഗേറ്റ് ഇത്തിരി കൂടി ഡീറ്റെയിലിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക്. അത് വീണ്ടും ഒന്നും തിരിച്ചെഴുതണം, അത് വേറൊരു ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ, സോ ആൻഡ് ഓർ ഇൻവേർട്ട് ലോജിക്ക് നമ്മൾ ആൻഡ് ഗേറ്റ്സിൻ്റെ ഓർ ഗേറ്റ്സിൻ്റെ ഇതിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ വരച്ചതെല്ലാം ഈ ഒരു എക്സ്പ്രഷൻ ആൻഡ് ഓർ ആണ്. ആൻഡ് ഓർ ടേംസ്, ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ആക്ച്വലി SOP, sum of products. So you can realize express this as sum of products or product of some form. So sum of products, it's easier to realize them using what do you say, and gates, a level of AND gates followed by OR gate. Product of sums, you can have several OR gates which do the terms and then an AND gate. There can be combinations of SOP and POS. PSO അല്ല, POS. കേട്ടോ, തെറ്റിപ്പോയതാ, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. POS, പ്രോഡക്റ്റ് ഓഫ് സം ഫോംസിൻ്റെ ഹൈബ്രിഡ് റിയലൈസേഷൻസ് യൂഷ്വലി യു വോണ്ട് പ്രിഫർ. കാര്യം എന്ന് വെച്ചാൽ 3 ലെവൽ ഗേറ്റ്സ് ഒക്കെ വരും സിമ്പിൾ റിയലൈസേഷൻസിന് വരെ. അപ്പോൾ അത് പ്രൊപ്പഗേഷൻ ഡിലേ വരുത്തും, കൂടുതൽ പ്രൊപ്പഗേഷൻ ഡിലേ വരും. സിഗ്നൽ പ്രൊപ്പഗേഷൻ ഡിലേ വ്യത്യാസം ഉണ്ടാവും താനും ഓരോ ലെവൽസിലുള്ള. അതായത് ചില സിഗ്നൽസിന് ലോങ്ങർ പ്രൊപ്പഗേഷൻ ഡിലേസ് വരും ഫുൾ ചെയിനിലൂടെ പോകുമ്പോൾ. 2 ലെവൽസ് ആകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും പ്രൊപ്പഗേഷൻ ഡിലേ. അതാണ് അതിൻ്റെ ഒരു ഇത്. യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഐ വോണ്ട് യു ടു ഡ്രോ ദിസ് എക്സ്പ്രഷൻ, ദ ലോജിക് ഗേറ്റ്സ് ഫോർ ദിസ്. യു റിയലൈസ് ദിസ് A B C or A B complement or A complement B C using logic gates. വരച്ചേ. റിയലൈസ് ദിസ് യൂസിങ് ലോജിക് ഗേറ്റ്സ്. ചെയ്ത് കഴിയുമ്പോൾ പറയണേ, തീർന്നെന്ന് പറയണം. സമയമായോ? നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞോ? ഇത് വരച്ചിട്ടങ്ങ് നിർത്താമേ. അടുത്ത ക്ലാസ് ഉണ്ടോ? യു ഹാവ് നെക്സ്റ്റ് ക്ലാസ്? ഓ, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്ലാസ് ഓഫ് ദ ഡേ? ഇല്ല സർ. ഇനി ക്ലാസ് ഉണ്ടോ? ഇനി ഇല്ലല്ലോ. ഇത് വരച്ചിട്ടങ്ങ് നിർത്താം. വിൽ ജസ്റ്റ് ഡ്രോ ദിസ് തിങ് ആൻഡ് ജസ്റ്റ് വൈൻഡ് അപ്പ്. ഇതങ്ങ് വരച്ചു തരും, ഈ ഒരു പടം അങ്ങ് വരച്ചു തരും. എങ്ങനെയാണ്? ജസ്റ്റ് ആൻഡ് ഗേറ്റ്, 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന് എപ്പോഴും 2 ഇൻപുട്ട്സ് അല്ല, 3 ഇൻപുട്ട്സ് ആ, മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആവാം. ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഒക്കെ കിട്ടും ഇവിടെ. 3 ഇൻപുട്ട് നാൻഡ് എല്ലാം ഉണ്ട്, IC ഒക്കെ ഉണ്ട്, ICയുടെ നമ്പേഴ്സ്. അപ്പോൾ ഒരു അസൈൻമെൻ്റ് ആയിട്ട് കൂട്ടിക്കോ, ഹോംവർക്കായിട്ട് കൂട്ടിക്കോ. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഞാൻ എഴുതിയിടാം ക്ലാസ് റൂമിൽ, അതങ്ങ് ചെയ്താൽ മതി. ICയുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അടുത്ത പ്രാവശ്യം പറയണം കേട്ടോ. ഞാൻ ചോദിക്കും അത്. ദാറ്റ് ഇസ് 7400 എന്ന് പറയുന്ന ഒരു IC ആണ്. Quad 2 input NAND, that is 4 NAND gates with are there in that IC. That is why it is quad core എന്നൊക്കെ പറയില്ലേ. And each of these NAND gates has 2 inputs. 7400 അങ്ങനെ ഒരു IC, അത് TTL IC ആണ്. 74LS എന്നൊക്കെ പറയുന്നുണ്ടാവും. LS means low power short key diode, അതൊക്കെ തന്നെ കാര്യം. So it's a logic family, TTL ലോജിക് ഫാമിലി. അത് തന്നെ CMOSൽ വരുമ്പോൾ 400 ഒക്കെ സീരീസിലൊക്കെ വരും.
So this is what you get. This is what you get. This is AND OR invert logic. ഇങ്ങനെയല്ല കിട്ടിയത് അല്ലേ? 3 input OR AND 3 input OR. So you call them as AND OR invert logic, AOI, or AND OR logic. ഇൻവേർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ കൂടി ഉണ്ടെങ്കിൽ ഇൻവേർട്ട് ലോജിക്, AND OR invert logic എന്ന് പറയും. Okay. So this is the thing. Okay. AND OR logic or AND OR invert logic. ഹൈബ്രിഡ് ഫോംസിലോ ഇങ്ങനെയോ റിയലൈസ് ചെയ്യാം. പ്രോഡക്റ്റ് ഓഫ് സം ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഒരു ഓർ ആൻഡ് ഫോമിൽ പ്രോഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻ എഴുതാം. അല്ലെങ്കിൽ ഇതാണ് ഹൈബ്രിഡ് ഫോം. യു ഹാവ് പ്രോഡക്റ്റ് ആസ് വെൽ ആസ് സം ടേംസ്. സം ആസ് വെൽ പ്രോഡക്റ്റ് ടേംസ് ഉണ്ട്, സം ടേംസ് ഉണ്ട്, പിന്നെ പ്രോഡക്റ്റ് ടേംസ് ഉണ്ട്. ഇതാണ് ഹൈബ്രിഡ്. അപ്പോൾ ദിസ് ഫോം ഇസ് ഹാവിങ് propagation delay problems. You won't use this thing. It's usually either POS or SOP. SOP ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. Either of these two, SOP or POS realizations are preferred in when you implement circuits. And as far as possible, you try to implement with one type of gates, NAND gates. But sometimes we end up with NAND gates with 5 inputs. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. That's later. Okay. So XOR ഗേറ്റിനെ കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സോ റൈറ്റ്, XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും ഉണ്ട്. ഇപ്പോൾ ഗായത്രി ചോദിച്ചതാണ് XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്. 0 0 0, 0 1 ആണെങ്കിൽ 1. ഡിഫറൻസ് വരുമ്പോൾ ഇൻപുട്സ് വ്യത്യാസം വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. അതാണ് ലോജിക് സിമ്പിൾ ഇതാ. റൈറ്റ്. സോ വി സ്റ്റോപ്പ് ഫോർ ദ ഡേ. റൈറ്റ്. You are winding up today's class. 54 people, right? ഗൂഗിളിൻ്റെ മൊത്തത്തിലൊരു സെറ്റപ്പ് മാറിയോ ഈ ഗൂഗിൾ മീറ്റിൻ്റെ? എന്തൊക്കെയോ വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? ഐ ഡിഡ്ന്റ് ചേഞ്ച് എനി സെറ്റിങ്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ റൈറ്റിംഗ് ഡൗൺ ദ തിങ്. ഇറ്റ്സ് ഫോർ യുവർ ബെനിഫിറ്റ്. അപ്പോൾ അടുത്ത ദിവസം പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടണേ ആളുകൾ. ഇപ്പോൾ കുറച്ച് പേരെയൊക്കെ എനിക്ക് തിരിച്ചറിയാനൊക്കെ പറ്റുന്നുണ്ട്. ക്യാമ്പസിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. There was an S5 student who rang me up and asked opinion about a project. I never seen that person. അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് വെച്ചു. So it was a lady and she was hesitant to turn on the camera. So I told you just to turn off the camera and we'll speak. So I never seen the person. So I told when we come to the college we'll meet. That's what. പകുതി സ്റ്റുഡൻസിനെ കാണാതെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഐ ഹാവ് നെവർ സീൻ യുവർ ക്ലാസ്. ഓക്കെ, ഹാവ് എ നൈസ് ആഫ്റ്റർനൂൺ. സീ യു.